ശ്രീ ഷാജി രാഘവൻ കേന്ദ്രത്തിന് വിശാലമായി ഫണ്ട് കൊടുക്കാം. RSSന്റെ പരിപാടികളായാലും BJP നടത്തുന്ന പരിപാടികൾക്കായാലും കേന്ദ്ര സർക്കാരിന് വിശാലമായി ഫണ്ട് കൊടുക്കാം. അതിന്മേൽ വിമർശനമില്ലല്ലോ എന്നാണ് ശ്രീ എം പ്രകാശൻ ചോദിക്കുന്നത്. അത് തെറ്റാണെന്ന് നിങ്ങൾക്ക് പറയാനും പറ്റില്ല. അത്തരം ഇഷ്ടം പോലെ പരിപാടികൾ ഉണ്ടായിട്ടുണ്ട്, പലതവണ അതൊക്കെ വിഷയമായിട്ടുണ്ട്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. വരാം. ഇവിടെ പ്രകാശം മാഷ് സാധാരണക്കാരൻ്റെ നികുതിപ്പണം എടുത്ത് ദൂർത്തടിക്കുന്നതിനെ ന്യായീകരിച്ചത്, അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ഈ പരിപാടിയിൽ ജയറാം രമേശ് പങ്കെടുക്കുന്നുണ്ട്. സാർ ഒരുപക്ഷെ നിങ്ങളുടെ ഈ പരിപാടിയിൽ ജയറാം രമേശ് പങ്കെടുക്കും, ശശി തരൂർ പങ്കെടുക്കും. അതൊക്കെ ഇന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ ദുര്യോഗമാണ്, സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ വേറെ നമുക്ക് പ്രത്യേകം ചർച്ച ചെയ്യാം. അതുകൊണ്ട് അവരുടെ വരുന്നു, അവർ പങ്കെടുക്കുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്കിതിനെ എങ്ങനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്? ഇതിൽ തന്നെ ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു. മുസ്ലിം ലീഗിന് പണ്ട് അവരുടെ സംഘടനയ്ക്ക് പണ്ട് പണം കൊടുത്തിട്ടുണ്ട്. സാർ മുസ്ലിം ലീഗിൻ്റെ സംഘടനയും UDFും ആ തരത്തിൽ പെരുമാറിയത് കൊണ്ടും കേരളത്തിൽ അങ്ങനെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നത് ജനങ്ങൾ. അതുകൊണ്ട് അവർ ചെയ്ത തെറ്റ് നിങ്ങൾ അതേപോലെ അതിനൊരു പടി മുമ്പിൽ കടന്ന് നിങ്ങളത് ആവർത്തിക്കുകയും അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ഈ ന്യായവാദങ്ങളൊക്കെ ഉയർത്തുകയും ചെയ്യുമ്പോൾ ഇവിടെ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യത്തിന് താങ്കൾ മറുപടി പറയാൻ സാധിച്ചില്ലല്ലോ. ഒരു പ്രധാനപ്പെട്ട ചോദ്യം, നികുതിപ്പണം വേണോ സാധാരണക്കാരൻ്റെ? അതാണൊരു ചോദ്യം. ഇവിടെ ഇടുക്കിയിലെ മറിയക്കുട്ടിമാർക്ക് ഉൾപ്പെടെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്ത ഗവൺമെൻറ്റാണ് ഇപ്പോഴും കൊടുക്കാൻ ബാക്കി നിൽക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സാർ, നമ്മൾ കാർഷിക ബഡ്ജറ്റ് കേരളത്തിൽ 50% വെട്ടിക്കുറച്ചിരിക്കുകയാണ് ഈ നടപ്പ് സാമ്പത്തിക വർഷം, കഴിഞ്ഞ ബഡ്ജറ്റിലെ തുക. അങ്ങനെയുള്ളൊരു ഗവൺമെൻറ്റാണ്. നിങ്ങൾ പിടിച്ചു പറിക്കുകയാണ് ഈ പറയുന്ന ത്രിതല പഞ്ചായത്തുകളിൽ നിന്ന്. സാർ, നിങ്ങൾ ഇതേപോലെ തന്നെ ഇതിനു മുമ്പ് നടത്തിയ നവകേരള യാത്ര 1 ലക്ഷം രൂപയോ 50,000 രൂപ വെച്ച് നിങ്ങൾ ഫണ്ട് പിരിച്ചതിന് പുറത്ത് നിങ്ങൾ കേരളം മുഴുവൻ നടന്നു പിരിച്ചില്ലേ? അതിനെപ്പറ്റി ആക്ഷേപം ഉന്നയിച്ചത് ആരാ ഇപ്പോൾ കേരളത്തിൽ? നിങ്ങളുടെ പാർട്ടി യോഗങ്ങളിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി യോഗങ്ങളിൽ പോലും സഹാക്കന്മാരല്ലേ അതിനെ പറ്റിയിട്ട്? കാരണം ഒരു പ്രയോജനവുമില്ലാത്ത പരിപാടി എന്നുള്ള നിലയ്ക്കല്ലേ പാർട്ടി സമ്മേളനങ്ങളിൽ പോലും പല സ്ഥലങ്ങളിലും ആ പരിപാടി വിലയിരുത്തപ്പെട്ടത്. അതേപോലെ മാമാങ്കങ്ങൾ നടത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏറ്റവും അവസാനം ധനകാര്യ നീതി ആയോഗിൻ്റെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നു. എന്താ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? 18ഓളം പ്രധാനപ്പെട്ട ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്താണ് കേരളം. അതിൽ അവർ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഗുണപരമല്ലാത്ത ചെലവുകൾ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം. സാർ, അവർ നല്ല ആലങ്കാരികമായി മാന്യമായ ഭാഷ പറഞ്ഞു എന്നേ ഉള്ളൂ. കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ധൂർത്ത് അല്ലെങ്കിൽ അല്ലെങ്കിൽ അനാവശ്യ ചെലവുകളാണ് കൃത്യമായി നീതി ആയോഗ് ചൂണ്ടിക്കാണിയിട്ടുള്ളത്. ഇന്ന് കേരളം എത്തിയിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു പ്രധാന കാരണമായി പോലും പറഞ്ഞിരിക്കുന്നത് ഈ ധൂർത്താണ് സാർ. ഇതല്ലേ വീണ്ടും നിങ്ങൾ ഈ നടത്താൻ പോകുന്നത്? നിങ്ങൾ അതിന് പണ്ട് UDFിൻ്റെ ഗവൺമെൻറ് ഇരുന്നപ്പോൾ ഇത് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളിത് ആവർത്തിക്കുകയും നിങ്ങളിത് പലവട്ടവും കേരളത്തിൽ ഇത് നടപ്പിലാക്കുകയും ചെയ്യുമ്പോൾ ഞാനൊരു ചോദ്യം നമ്മുടെ പഞ്ചായത്തുകളിൽ അവരുടെ തനത് ഫണ്ട് അവരുടെ ആവശ്യങ്ങൾക്ക് പോലും തികയാത്തൊരു കാലഘട്ടത്തിലല്ലേ നമ്മളിപ്പോൾ ജീവിച്ചു പോകുന്നത്? അവരിൽ നിന്നല്ലേ നിങ്ങൾ ഈ പിടിച്ചു പറിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് സാർ പിടിച്ചു പറിത്ത്? താങ്കൾ പറയുന്നുണ്ട് AKG പഠന ഗവേഷണ കേന്ദ്രം പഠനം നടത്തിയതിൻ്റെ പേരിലാണ് കേരളത്തിൽ പല പദ്ധതികളും വന്നതെന്ന്. സാർ, പിന്നെ ഇവിടെ ഒരു ഗവൺമെൻറ് ഒന്നും ഇല്ലേ? ഇപ്പം ഈ പഠന കേന്ദ്രമാണോ കേരളത്തിൻ്റെ ഈ പറയുന്ന കഴിഞ്ഞ കാലങ്ങളിലെ എല്ലാ കാര്യങ്ങളിലും ഒരു ബാക്ക് ബോണായിട്ട് നിന്നിട്ടുള്ളത്? നിങ്ങൾക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും? വളരെ കൃത്യമായി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി സഖാക്കൾക്ക് വേണ്ടി വ്യാപകമായി പിരിവ് നടത്തുന്നതിന് വേണ്ടി നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മാമാങ്കമാണിത്. കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ അതിൽ പങ്കെടുക്കും. കാരണം അത് കോൺഗ്രസിൻ്റെ ഗതികേടാണ്. ജയറാം രമേശും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇവരൊക്കെ തന്നെ ശശി തരൂരൊക്കെ പങ്കെടുത്തു എന്ന് വരും. പക്ഷേ അത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുമ്പിൽ ഇതിനെ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ഇതൊരു പ്രൈവറ്റ് പ്രോഗ്രാമാണോ ഗവൺമെന്റ് പ്രോഗ്രാമാണോ എന്നുള്ളതാണ് വ്യക്തമാക്കേണ്ടത്. ഈ പരിപാടിക്ക് വേണ്ടി ലീഗ് ജില്ലാ പ്രസിഡന്റ് പറയുന്ന ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അവിടുത്തെ ജില്ലയിലെ BJP നേതാക്കളും പറയുന്നു അവരെയും ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അല്ല, ഞാൻ അറിഞ്ഞതും ഞാൻ കണ്ണൂർ അന്വേഷിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ആദ്യത്തെ എൻ്റെ ഘട്ടത്തിൽ എൻ്റെ ഊഴത്തിൽ ഞാനത് സൂചിപ്പിച്ചു. എൻ്റെ അന്വേഷണത്തിൽ എനിക്ക് ബോധ്യപ്പെട്ടത് ഇതാണ്. CPIക്ക് പോലും ഈ കാര്യങ്ങളിലൊന്നും അവർക്ക് വലിയ കാര്യമായ റോളില്ല. ഇത് കൃത്യമായി CPMൻ്റെ പ്രോഗ്രാമാണ് കണ്ണൂർ. ഈ മുഴുവൻ സർക്കാർ മിഷനറി ഈ പരിപാടിക്ക് വേണ്ടി ഇന്ന് രാവിലെ അവിടെ ഒരു പ്രഭാത സവാരി, അതൊരു പാർട്ടി സ്റ്റൈലാണ്. രാവിലെ അവർക്ക് പണ്ടേ ഉള്ളതാണ് പ്രഭാത ഭേരി എന്നൊക്കെ പറഞ്ഞ് പാർട്ടി യോഗങ്ങൾക്ക് മുമ്പ് അവർ പരിപാടി നടത്തും. ഈ പരിപാടിക്ക് ഇന്നൊരു പ്രഭാത സവാരി ഉണ്ടായി. ഉദ്ഘാടനം ചെയ്ത ആരാന്നറിയോ? അവിടുത്തെ കളക്ടറാണ്. നമുക്കറിയാം, എൻ്റെ നാട്ടുകാരനായിരുന്നു നവീൻ ബാബു. പാവപ്പെട്ട ഒരു ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥൻ, മാന്യമായി ജോലി ചെയ്ത് ജീവിച്ച ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണക്കാരനെന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബവും ഈ കേരളം മുഴുവൻ പറയുന്ന ആളാണ് ഈ പറയുന്ന കളക്ടർ.
ഈ കളക്ടർ ഇപ്പോൾ പ്രകാശ് മാഷ് തന്നെ പലവട്ടം പറഞ്ഞത് CPM-ന്റെ പ്രോഗ്രാമാണെന്ന് അദ്ദേഹം 2-3 വട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ പരിപാടിക്ക് എങ്ങനെ കളക്ടർക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നത്? അപ്പോൾ അവിടുത്തെ വഴിവിട്ട കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ CPM നേതാക്കന്മാരുടെ എല്ലാ കാര്യങ്ങൾക്കും വിനീയ വിധേയനായി നിൽക്കുന്ന കളക്ടറാണ് ഇന്ന് രാവിലെ ഇതിന് ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാർ മിഷനറി ഉപയോഗിക്കുക, സർക്കാർ ഫണ്ട് ഉപയോഗിക്കുക, ത്രിതല പഞ്ചായത്തിലെ തനത് ഫണ്ട് ഉപയോഗിക്കുക, ഇതൊക്കെ തന്നെ പാർട്ടിയെ വളർത്താനും പാർട്ടിയെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന് പാർട്ടി സഖാക്കന്മാർക്ക് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലാതെ കേരളത്തിനെ ഗുണം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്രകാശ് മാഷ് പറഞ്ഞാൽ സാമാന്യ ബുദ്ധിയുള്ള കേരളത്തിലെ ഞങ്ങൾക്കിത് ബോധ്യപ്പെടുമെന്ന് ഞാൻ കരുതുന്നില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കോൺഗ്രസിലെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരിന് പലരും ഇതിൻ്റെ മുൻ എന്താ പറയുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ പോലും പ്രതിപക്ഷ നേതാക്കളിൽപ്പെട്ട അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളവരെ ക്ഷണിക്കാതെ നടത്തുന്ന ഈ ചടങ്ങിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള ന്യായീകരണം നടത്തിയാലും കേരളത്തിലെ സാമാന്യ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഈ നവകേരള യാത്ര നടത്തിയതുപോലെ തന്നെ അടുത്ത തട്ടിപ്പിൻ്റെ ഭാഗമായിട്ട് ജനമധ്യത്തിൽ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൻ്റെ പണം ധൂർത്തടിക്കുന്ന ഈ രീതി വീണ്ടും തുടരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്കറിയാം ഇന്ന് കേരളം സാമ്പത്തിക പ്രതിസന്ധി എത്തുന്ന സമയത്ത് ഒരു നറേറ്റീവ് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ നറേറ്റീവ് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ മുഴുവൻ കാരണവും കേന്ദ്ര ഗവൺമെൻറ് ആണെന്നാണ്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പ്രതിപക്ഷം UDF അതിനെ എൻഡോഴ്സ് ചെയ്യുന്നൊരു സമീപനം എടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ എന്താണോ പിണറായി വിജയൻ പറയുന്നത്, ഈ കാര്യത്തിൽ എന്താണോ LDF പറയുന്നത്, അവരുടെ ക്യാപ്സൂൾ അതേപോലെ കഴിയുന്ന ഒരു പ്രതിപക്ഷ നേതാവായിട്ട് VD സതീശൻ ഇന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിന് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കൃത്യമായി കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഈ തരത്തിലുള്ള ധൂർത്താണെന്ന് കേരളത്തോട് തുറന്നു പറയാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം അത് കേരളത്തിൻ്റെ പ്രതിപക്ഷം ഏറ്റെടുക്കുകയും തെറ്റുതിരുത്താനും തയ്യാറായെങ്കിൽ മാത്രമേ CPM-നെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ടും CPM-ന്റെ LDF ഗവൺമെൻറ്റിൻ്റെ ഈ ധൂർത്ത് അവസാനിപ്പിക്കാനും കേരളത്തിലെ സാമാന്യ ജനങ്ങളുടെ അവരുടെ പണം, അവരുടെ നികുതി പണം അത് സംരക്ഷിക്കാനും വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ CPM-നെ വളർത്താൻ വേണ്ടിയിട്ട് ഈ പരിപാടികളും പദ്ധതികളും ഗവൺമെൻറ് ഫണ്ട് ഉപയോഗിക്കുന്ന ഈ സ്ഥിതിവിശേഷം കേരളത്തിൽ തുടരും. അത് കേരളത്തിൻ്റെ ദുര്യോഗം എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. Debate with Smriti Parathikkad.